കേരള ലോട്ടറിയുമായി വരുന്നവർക്കെതിരെ നടപടി കടുപ്പിച്ച് തമിഴ്നാട് പോലീസ്. അതിർത്തിയിലുള്ള ഔട്ട് പോസ്റ്റിലാണ് കർശന പരിശോധന. ലോട്ടറി നിരോധനമുള്ള തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ലോട്ടറി കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ശ്രദ്ധിക്കണം, പിടിച്ചാൽ പിഴയും തടവും ചുമത്തും. അടിപൊളി. വിജയ് രണ്ടും കൽപ്പിച്ചു തന്നെ. മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ അനധികൃത ലോട്ടറി മാഫിയകൾക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത്. തമിഴ്നാട്ടിലുള്ളവർ കേരളത്തിലെത്തിയാൽ ലോട്ടറി വാങ്ങുന്നത് പതിവാണ്. എങ്കിലിനി അത് നടക്കൂല. അതായത് കേരളത്തിലെ ലോട്ടറികൾക്ക് തമിഴ്നാട്ടിൽ പൂർണ്ണ വിലക്ക്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ ഇനി ഉണ്ടാകും. അതിനായി തമിഴ്നാട് കേരള അതിർത്തിയിൽ കടുത്ത നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വാളയാറിലെ പോലീസ് ഔട്ട് പോസ്റ്റ് കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും കർശനമായ പരിശോധനയുമുണ്ട്. പോലീസ് തമിഴ്നാട്ടിലേക്ക് വരുന്നതും തിരികെ പോകുന്നതുമായ എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇനി മുതൽ കടത്തിവിടുന്നത്. കേരളത്തിൽ നിന്ന് ലോട്ടറി വാങ്ങി വരുന്നവരെ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ നീക്കം. കാരണം തമിഴ്നാട്ടിൽ ഇത്തരം ലോട്ടറി ടിക്കറ്റുകൾക്ക് നിരോധനമുള്ളതാണ്. അതിനാൽ അനധികൃതമായി ലോട്ടറി ടിക്കറ്റുകൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ കടത്തിക്കൊണ്ടുവരുന്ന ടിക്കറ്റുകൾ പോലീസ് ഉടനടി പിടിച്ചെടുക്കുകയും കൈവശം വെക്കുന്നവർക്ക് വലിയ പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ട്. അതിനു പുറമെ വൻതോതിൽ ലോട്ടറി വാങ്ങി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തടവ് ശിക്ഷ ഉറപ്പാക്കാനും സർക്കാർ നിർദ്ദേശിക്കുന്നു. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ വൻ തിരക്കാണ് വർഷങ്ങളായി വാളയാറിലെ ലോട്ടറി കടകളിൽ അനുഭവപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം എന്നീ ജില്ലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന അതിർത്തികളിലെത്തി കേരള ലോട്ടറി വാങ്ങുന്നത്. ചിലർ സ്വന്തം ആവശ്യങ്ങൾക്കായി ടിക്കറ്റ് എടുക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ ലോട്ടറി മൊത്തമായി കൊണ്ടുപോയി തമിഴ്നാട്ടിൽ അനധികൃതമായി വിൽക്കും. ഇത്തരത്തിൽ അതിർത്തി കടന്നുള്ള ലോട്ടറി കടത്തും വിൽപ്പനയും പൂർണ്ണമായും തടയാനാണ് പോലീസിന് കർശന നിർദ്ദേശം വിജയ് സർക്കാർ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.